മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രശസ്തനാണ്. അദ്ദേഹം നല്ല അറിയപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ അഹ്മദ് ബിൻ ഹംബൽ എന്ത് ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് യാത്ര പോകുന്നു എന്ന് പറഞ്ഞ് പത്രത്തിൽ ഫോട്ടോ വരിക, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് യാത്ര പോകുകയാണെന്ന് അഹ്മദ് ബിൻ ഹംബൽ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പിടുക അല്ലെങ്കിൽ ഒരു സ്റ്റോറി വെക്കുകയൊന്നുമില്ലല്ലോ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അങ്ങനെ ആളുകൾ കണ്ട് പരിചയിച്ച ഒരു സാഹചര്യമില്ല. അദ്ദേഹം ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് ദീർഘമായ ഒരു യാത്ര നടത്തുകയാണ്. മറ്റൊരു നാട്ടിലേക്ക് പോകുക. അദ്ദേഹത്തെ അറിയാത്ത, കണ്ടാലറിയാത്ത ആളുകളുള്ളൊരു നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം രാത്രി അവിടെ എത്തി, പള്ളിയിലെത്തി. ഇശാൻസ്കാരം അദ്ദേഹം അവിടെ നിസ്കരിച്ചതിന് ശേഷം അവിടെ പള്ളിയിൽ തന്നെ അദ്ദേഹം കിടക്കാനൊരുങ്ങുകയാണ്, വിശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ പള്ളിയുടെ നോട്ടക്കാരനായ ആൾ വന്ന് പറഞ്ഞു, ഇശ കഴിഞ്ഞാൽ പള്ളി അടക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ദൂര സ്ഥലത്തുനിന്ന് വന്ന ഒരാളാണ്, നാട്ടിൽ എനിക്ക് ഇവിടെ പോകേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ട് എനിക്കിന്ന് ഇവിടെ കിടക്കാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പറ്റൂല, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു. പക്ഷെ ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. അത് പറയാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാരണം, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് കിട്ടുന്നൊരു നേട്ടം അതെനിക്ക് വേണ്ട. അത് ദീന് കൊണ്ട് കിട്ടുന്നൊരു നേട്ടമാണല്ലോ ശരിക്ക്, അതെനിക്ക് വേണ്ട എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ശരിക്ക് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കാൻ ശ്രമിച്ചു. പ്രായമായിട്ടുണ്ട്, പ്രയാസമുണ്ട്, പുറത്തിറങ്ങിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ നോട്ടക്കാരൻ അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. അപ്പോൾ അതിനിടക്കൊന്നും അഹ്മദ് ബിൻ ഹംബലാണ് ഞാൻ എന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചില്ല. ഏതായാലും പള്ളിയുടെ ഒരു പുറത്ത് ഒരു ചെറിയൊരു തിണ്ണയിൽ അദ്ദേഹം രാത്രി കഴിച്ചു കൂട്ടാണ്, തണുപ്പത്ത് അദ്ദേഹം കഴിച്ചു കൂട്ടാണ്. രാവിലെ ആകാൻ നേരത്ത് പള്ളിയുടെ കുറച്ചപ്പുറത്ത് ഒരു ഖബ്ബാസ്, ഒരു റൊട്ടി ഉണ്ടാക്കുന്ന വ്യക്തി, അദ്ദേഹം റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു വെളിച്ചം കണ്ടപ്പോൾ ആ വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി അവിടെ ഇരുന്നു. അപ്പോൾ ഈ ഖബ്ബാസ്, റൊട്ടി ഉണ്ടാക്കുന്ന ആൾ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണിയെ നോക്കി അഹ്മദ് ബിൻ ഹംബൽ അവിടെ ഇരുന്നു. അഹ്മദ് ബിൻ ഹംബൽ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹം ജോലി തിരക്കുകൾക്കിടയിലും നിലക്കാതെ അദ്ദേഹം ദിക്റുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് കൗതുകമായി. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ പോയിട്ടുണ്ടോ, ആഗ്രഹങ്ങൾ എന്തെങ്കിലും സഫലീകരിക്കാതെ പോയിട്ടുണ്ടോ എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി എനിക്കൊരാഗ്രഹമുള്ളത് മഹാപണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബലിനെ ഒന്ന് കാണണമെന്നാണ്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് അതൊരു ഇന്നെ കാണാൻ ഒരാൾ ആഗ്രഹിച്ചു എന്നുള്ളതല്ല, ഒരാളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു. നടക്കാത്തൊരാഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് ബോധ്യപ്പെട്ടു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞു, ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ. കാലു പിടിച്ച് വലിച്ച് അള്ളാഹു അഹ്മദ് ബിൻ ഹംബലിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എനിക്ക് ഇവിടുന്ന് പോകണം, എന്നിട്ട് അഹ്മദ് ബിൻ ഹംബലിൻ്റെ നാട്ടിൽ ചെന്ന് അഹ്മദ് ബിൻ ഹംബലിനെ കാണണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുന്നത്, അള്ളാഹു നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അഹ്മദ് ബിൻ ഹംബലിനെ കാല് പിടിച്ച് വലിച്ച്, പള്ളിയിൽ നിന്ന് കാല് പിടിച്ച് വലിച്ചാണല്ലോ പുറത്തിറക്കിയത്, വലിച്ചിഴച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇത് ഭൗതിക ജീവിതത്തിൽ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന അവരുടെ ജീവിതത്തിലെ കുറേ ആഗ്രഹങ്ങൾ, കുറേ താല്പര്യങ്ങൾ, അവരുടെ മോഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും. അതുകൊണ്ട് ഭൗതിക ലോകത്ത് തന്നെ ഗുണമുണ്ടാകും എന്നതാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതെ, അള്ളാഹുവിനെ സദാ ഓർക്കുന്ന ആളുകളെ അള്ളാഹു ഓർക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ ഈ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു പാരത്രിക ലോകത്തേക്ക് വെക്കാതെ തന്നെ ഈ ഭൗതിക ലോകത്തും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു നൽകുമെന്ന്. അപ്പോൾ അദ്കാറുകൾ എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഭൗതിക ലോകത്ത് മാത്രമല്ല ഈ ഒരു ലോകത്തും
പാരത്രിക ലോകത്ത് ലഭിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ലോകത്തും ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ത്വലാഖുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ചില വാചകങ്ങൾ പറയുന്നിടത്ത് കാണാം, ത്വലാഖ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടമാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു മാനസിക നില തെറ്റാനും പല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വളരെയധികം സാഹചര്യമുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിനിടക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ, ത്വലാഖിൻ്റെ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടക്ക് കാണാം, നിങ്ങൾ നമസ്കരിക്കൂ, നിങ്ങൾ അദ്കാർ ചൊല്ലൂ എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചൊരു കാര്യമാണത്. ആ ത്വലാഖ് നിങ്ങളുടെ ബന്ധങ്ങൾ പോയാലും അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തിക്കോളി, നിങ്ങൾക്ക് ആ ജീവിതം സുഖകരമായിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അദ്കാറുകൾ കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടുള്ള ഈ ലോകത്തുള്ള നമുക്ക് ഉള്ള നേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുക.